ഇസ്രായേലും ലബനാനും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇതിനോടനുബന്ധിച്ച് ഇറാൻ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ വലിയ പ്രാധാന്യത്തോടുകൂടി ചർച്ച വരുന്ന വിഷയമാണ്. ഈ യുദ്ധത്തോടനുബന്ധിച്ച് വലിയ മരണങ്ങൾ ലബനാന്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്തു. ശക്തമായിരിക്കുന്ന ആക്രമണം ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിലേക്ക് ചെയ്യുന്നു. അതിന്റെ ഏറെക്കുറെ തുടർച്ചകൾ വ്യത്യസ്ത സമയങ്ങളിൽ നടക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ പടിഞ്ഞാറൻ മീഡിയകളൊക്കെ പ്രാധാന്യത്തോടു കൂടി നൽകുന്ന വിവരം നമുക്കറിയാവുന്നതാണ്. അതോടനുബന്ധിച്ച് ഇറാൻ പറഞ്ഞ കാര്യം തങ്ങൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയില്ല എന്നതാണ്. ഈ ഒരു പ്രസ്താവന വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്നു. ഏറെക്കുറെ യുദ്ധത്തിന് സന്നദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇറാന്റെ സൈനിക വിഭാഗം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഷ്യ അതിന് സാർവത്രിക പിന്തുണ നൽകുന്നു. വലിയ രീതിയിലുള്ള ആയുധങ്ങളും സംവിധാനങ്ങളും യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഇറാന് റഷ്യ നൽകിയിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിന്റെ എല്ലാ കാലാവസ്ഥയും ഇറാനും ഇസ്രായേലും തമ്മിൽ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പൊടുന്നനെ ലബനാനുമായി രൂക്ഷമായിരിക്കുന്ന യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചത്. നിലവിലെ കണക്ക് പ്രകാരം പറയുന്ന സമയത്ത് 492 പേരെങ്കിലും ലബനാനിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതും ഒരു ഔദ്യോഗികപരമായിരിക്കുന്ന വിവരമല്ല. സംഖ്യ കൂടാനുള്ള സാധ്യതകളും റിപ്പോർട്ടിന്റെ അകത്ത് പറയുന്നുണ്ട്. മരിച്ചവരിൽ 35 കുട്ടികളും 58 സ്ത്രീകളും ഉണ്ട് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് റിപ്പോർട്ട് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ സ്ത്രീകളെയും കുട്ടികളെയും പ്രാധാന്യമായ രീതിയിൽ എടുത്ത് ഉദ്ധരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഗസയിൽ നടക്കുന്ന യുദ്ധത്തിന് സമാനമായിരിക്കുന്ന സാഹചര്യം തന്നെ ലബനാനിൽ സൃഷ്ടിക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന തരത്തിലാണ്. കുട്ടികളും സ്ത്രീകളെയും കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വംശീയ ഉന്മൂലനം ലക്ഷ്യമാക്കിയിട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഇത്തരം ഒരു പ്രവർത്തന രീതികൾ ഇസ്രായേൽ പിന്തുടരാറുണ്ട്. അതിന്റെ ഒരു തുടർച്ച ലബനാൻ എന്ന് പറയുന്ന രാജ്യത്ത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടികളുടെയും സ്ത്രീകളുടെയും മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് ഇസ്രായേൽ ഇതിന് പറയുന്ന ന്യായീകരണം എന്ന് ചോദിച്ചാൽ, അവർ പറയുന്നത് ഹിസ്ബുള്ള ഗ്രൂപ്പ് ഉള്ള ഭാഗങ്ങളിൽ മാത്രമാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ്. അപ്പൊ ഏകദേശം 100-ലധികം 150 പറയുന്നുണ്ട്, 200 പറയുന്നുണ്ട്. റിപ്പോർട്ടിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഈ എണ്ണൽ സംഖ്യ ആക്രമിച്ച ഭാഗങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്. 300 വരെ പറഞ്ഞ ചാനലുകളുണ്ട്. ഇംഗ്ലീഷ് ചാനലിൽ തന്നെ വ്യത്യസ്തമായിരിക്കുന്ന റിപ്പോർട്ടാണ്. 150 ഇടങ്ങളിൽ സ്ഫോടനം നടത്തി എന്ന് ഒരു ചാനൽ പറയുമ്പോൾ 200 ഇടങ്ങളിൽ സ്ഫോടനം നടത്തിയെന്ന് മറ്റൊരു ചാനൽ പറയുന്നു. അങ്ങനെ വ്യത്യസ്തമാണ്. ഈ മേഖലയിലുള്ള അക്രമം നടത്തിയ പ്രദേശത്തിന്റെ എണ്ണത്തെക്കുറിച്ച് പറയുന്നതിൽ ചില വ്യത്യാസങ്ങളും കാണാൻ വേണ്ടി പറ്റും. ഏതായിരുന്നാലും വലിയ രീതിയിലുള്ള യുദ്ധസന്നാഹ സംവിധാനത്തോടു കൂടി തന്നെയാണ് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ലബനാന്റെ അതിർത്തി ഭാഗങ്ങളിൽ സ്ഫോടനം നടത്തുന്നത്. അപ്പോൾ അവിടെ അവർ പറയുന്നത് തങ്ങൾ കൃത്യവും വ്യക്തവുമായ രീതിയിൽ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുണ്ട് എന്ന് തങ്ങൾ അനുമാനിക്കുന്ന പ്രദേശത്തിന്റെ പേരുകൾ എടുത്ത് പറഞ്ഞുകൊണ്ട് ഈ ഭാഗങ്ങളിലാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതാണ്. ഹിസ്ബുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ലബനാനെ സംബന്ധിച്ചിടത്തോളം സൈനിക താവളം, അവിടുത്തെ സൈനികരാണ്. ആ സൈനികരിൽ നിന്നാണ് അക്രമ കാര്യങ്ങൾ നടക്കുന്നത് എന്നതിനാൽ അവിടെ സ്ത്രീകളും കുട്ടികളും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണല്ലോ. സൈനിക വിഭാഗത്തിൽ അല്ലെങ്കിൽ സൈനിക ട്രൂപ്പ് താമസിക്കുന്ന പ്രാക്ടിക്കൽ നൽകുന്ന ഒരു പ്രദേശത്ത് അവിടേക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും പ്രവേശനം ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ ഇത്രയും ആളുകൾ മരണപ്പെട്ടത്, 35 കുട്ടികളും 58 സ്ത്രീകളും മരണപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുന്നത് അവര് ജനവാസ കേന്ദ്രത്തിൽ അക്രമം നടത്തുന്നുണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് ലബനാന്റെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നു ലക്ഷ്യമാക്കുന്നത് ലബനാൻ എന്ന് പറയുന്ന ജനങ്ങളെയാണ്. മരണത്തിന്റെ എണ്ണൽ സംഖ്യ അധികരിപ്പിച്ച് കാണിക്കുക എന്ന എല്ലാ കാലത്തെയുമുള്ള ഇസ്രായേലിന്റെ നയനിലപാടുകൾ ഇവിടെയും അവർ പ്രാവർത്തികമാക്കുന്നു എന്ന് സാരം. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഞങ്ങൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കില്ല എന്നുള്ളതും ലബനാനെ സംരക്ഷിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും തങ്ങളുടെ ബാധ്യതയാണ്, കടമയാണ്. തങ്ങളത് നിർവഹിക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അർത്ഥം ഒരുപക്ഷെ ഇറാൻ നേരിട്ട് കൊണ്ട് യുദ്ധത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകളും ഇതിനോടനുബന്ധിച്ച് തന്നെ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. തങ്ങൾ മാറി നിൽക്കില്ല എന്ന് പറഞ്ഞാൽ തങ്ങൾ അതിൽ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു യുദ്ധത്തിന്റെ രീതി വരുന്ന സമയത്ത് ഇവിടെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇറാനും
ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ളൊരു യുദ്ധം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മാരക യുദ്ധത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം എന്ന് പറയുന്നത് ഇറാൻ ഈ പ്രഖ്യാപനം നടത്തിയതിനു ശേഷം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഇസ്രായേലിലേക്ക് സംരക്ഷണ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. അത് മെഡിറ്ററേനിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ആദ്യം തന്നെ ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഖാനിയ കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് തന്നെ യുദ്ധമുണ്ടാവാനുള്ള സാധ്യത മനസ്സിലാക്കി യുദ്ധക്കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിലേക്ക് അമേരിക്ക അയച്ചിട്ടുണ്ട്. അത് ഓൾറെഡി അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ സൈനിക സംവിധാന കാര്യങ്ങളും യുദ്ധവിമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എത്തിയതായിരിക്കുന്ന റിപ്പോർട്ടും അന്ന് പുറത്തു വന്നതാണ്. ഇപ്പൊ തുടർച്ചയായ രീതിയിൽ രണ്ടാം ഘട്ടത്തിലും ഈ ഒരു രീതി വരുന്നു. ഇപ്പോൾ ലെബനാനുമായിട്ടുള്ള യുദ്ധത്തോടനുബന്ധിച്ച് ഇറാൻ ഇതിങ്ങോട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അപ്പോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ യുദ്ധമായി തീരും എന്ന കാഴ്ചപ്പാട് മനസ്സിലാക്കിയിട്ടാണ് അമേരിക്ക ഈ മേഖലയിലേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോ ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു അക്രമം ഇസ്രായേൽ നേരെ ഉണ്ടായാൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പൊ തന്നെ അവര് നേരിട്ട് പങ്കാളിത്തം വഹിക്കുന്നില്ലെങ്കിൽ പോലും അമേരിക്കയുടെ സൈനികരും ഇസ്രായേൽ സൈനികരോടൊപ്പം ഉണ്ട് എന്ന് പല തരത്തിൽ പ്രാദേശിക റിപ്പോർട്ടൊക്കെ പുറത്തു വന്നാണ്. ഗസയുടെ അകത്ത് യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിന്റെ സൈനികരോടൊപ്പം അമേരിക്കൻ സൈനികരും ഉണ്ട് എന്ന് ഇതിന്റെ ഇടയിൽ റിപ്പോർട്ട് വന്നതും അത് വലിയ രീതിയിൽ വിവാദമാവുകയും അമേരിക്ക അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കൃത്യത പിന്നെ പുറത്തു വന്നിട്ടുമില്ല. അപ്പോ സമാനമായിരിക്കുന്ന സ്ഥിതിയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി രൂക്ഷമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോ ലെബനാനുമായിട്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പോ ആ ഭാഗത്തുനിന്ന് ലെബനാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇസ്രായേൽ തിരിച്ചടിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെ പോകും. അതിലേക്ക് ഇറാൻ ഇടപെടുന്ന സമയത്ത് അമേരിക്കയുടെ തിരിച്ച് ഇടപെടൽ ഉണ്ടായാൽ സംഗതി കൈവിട്ടു പോകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. ഇവിടെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ നിലപാടുകളൊക്കെ വളരെ നിർണായകമാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് റഷ്യ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ അഭിമാന അസ്തിത്വം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള യുദ്ധം തന്നെയാണ് ഉക്രൈനുമായിട്ട് 2.5 വർഷമായിട്ട് നടത്തുന്നത്. ഈ 2.5 വർഷമുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്തൊരു വിജയം ഉണ്ടാക്കാൻ വേണ്ടി റഷ്യക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളത് ലോക രാജ്യങ്ങൾക്കിടയിൽ റഷ്യയോടുള്ള താല്പര്യത്തിന് ഇടിവ് വരുന്നുണ്ടോ എന്നൊരു സംശയം റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യഥാർത്ഥത്തിൽ ഉണ്ട്. അപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ ലിസ്റ്റിൽ ഇപ്പോഴും റഷ്യ തന്നെയാണ് ഉള്ളത് എന്നുള്ളതും ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യം റഷ്യയാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതിനിടയിൽ മറ്റുള്ള 3-ാം ലോക രാജ്യങ്ങളും യൂറോപ്പിയയിലെ ചില രാജ്യങ്ങളും എല്ലാം റഷ്യയെ പിന്തുണക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ 2.5 വർഷമായിട്ടും ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന രാജ്യം ഉക്രൈൻ എന്ന് പറയുന്ന 30-ൽ താഴെയോ സൈനിക ബലം മാത്രമുള്ള ലോക ശക്തികളിൽ സൈനിക ബലം മാത്രമുള്ള ഈ രാജ്യത്തോട് 2.5 വർഷമായിട്ടും യുദ്ധം ചെയ്തിട്ട് അവിടെ ആധിപത്യം ഉണ്ടാക്കാനോ ആ യുദ്ധത്തിൽ പൂർണ്ണമായിരിക്കുന്ന ഒരു വിജയം റഷ്യക്കുണ്ട് എന്ന് പറയാനോ സാധിക്കാത്ത വിധം അവരെ ഇങ്ങനെ ഇപ്പോഴും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് വലിയ അപമാനമായിട്ട് നിലനിൽക്കുന്നു. അതിന് റഷ്യ പറയുന്ന കാര്യം യുദ്ധം ചെയ്യുന്നത് ഉക്രൈൻ അല്ല, പകരം അമേരിക്കയാണ്. അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ സാമ്പത്തികവും ആയുധങ്ങളും അവിടെ വിനിയോഗിച്ചുകൊണ്ട് തങ്ങൾക്കെതിരെ അവർ യുദ്ധം ചെയ്യുന്നു. അതിനെ പ്രതിരോധിക്കുകയാണ് തങ്ങളിപ്പോൾ ചെയ്യുന്നത്. അതല്ലാതെ ഉക്രൈന്റെ സൈന്യമല്ല എന്നുള്ളത് കൃത്യമായ രീതിയിൽ ലോകത്തിന് അറിയാവുന്നതാണ്. അപ്പോ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്ത് റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അഭിമാനം നിലനിർത്തുക എന്നുള്ളത് അവരുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതിനെന്ത് ചെയ്യണം? അവിടെ സൈനികപരമായിരിക്കുന്ന ബലം ഉക്രൈൻ ഇല്ലാതാവണമെങ്കിൽ അവിടെ അമേരിക്ക ക്ഷീണിക്കണം. അമേരിക്ക ക്ഷീണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ലെബനാനും ഇസ്രായേലും തമ്മിലുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് ക്ഷീണം ഉണ്ടാവണം. ഇസ്രായേൽ ക്ഷീണിക്കുന്ന സമയത്താണ് അമേരിക്കയ്ക്ക് ക്ഷീണം ഉണ്ടാവും. യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലാണെങ്കിലും അതിന്റെ എല്ലാവിധ സഹായങ്ങളും ഒത്താശയും സാമ്പത്തികവും സൈനികവും തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന അമേരിക്കയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മിഡിൽ ഈസ്റ്റിന്റെ ഭാഗങ്ങളിൽ നിലനിൽക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അമേരിക്കയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അത് സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹ്യ ഒരുപാട് പശ്ചാത്തലങ്ങളും ഒരുപാട് ലക്ഷ്യങ്ങളും തീർച്ചയായിട്ടും ഈ മേഖലയിൽ അമേരിക്കക്കുണ്ട്. അതുകൊണ്ട് അവരെ നിലനിർത്തുക എന്നുള്ളത് അമേരിക്കയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നതിനാൽ ഉക്രൈനിൽ റഷ്യ വിജയിച്ചു കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഇസ്രായേലിന് പരാജയം ഉണ്ടാവണം. അപ്പോൾ യുദ്ധത്തിന്റെ രീതികൾക്കും രൂപങ്ങൾക്കൊക്കെ മാറ്റം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റഷ്യ ഇസ്രായേലിനെതിരെ ഫലസ്തീനെയോ ലെബനാനോ സഹായിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. വലിയ രീതിയിലുള്ള ഇടപെടലുകളും
ഈ രാഷ്ട്രീയപരമായ രീതിയിലുള്ള വലിയ ചർച്ചകളും ഇതിന്റെ ഇടയിൽ ആന്തരികമായ രീതിയിൽ ഇറാൻ നടത്തുന്നുണ്ട്. ഇറാൻ എല്ലാ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ അത്രയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കില്ല എന്ന ഒരൊറ്റ ഇറാന്റെ പരാമർശത്തോടനുബന്ധിച്ച് അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി മെഡിറ്ററേനിയൻ കടലിലേക്കും തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എത്തിയിരിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ടായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്.